ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ഇന്ന് ഒരു കാബേജും കുറച്ച് കോവയ്ക്കും എടുത്തിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് 2 കറികൾ ഉണ്ടാക്കാം. അപ്പം ആദ്യത്തെ കറിയിലോട്ട് പോകാം. ആദ്യം നമുക്ക് ഈ കോവയ്ക്ക ഒന്ന് 2ആയിട്ട് കട്ട് ചെയ്ത് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക. ഈ ചോപ്പർ ഇല്ല എങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കുക, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ശേഷം നമുക്ക് ഈ കാബേജ് നമ്മുടെ ഉപ്പേരി തോരന് അരിയുന്നത് പോലെ അരിഞ്ഞെടുത്ത് വയ്ക്കുക. 2 കറിക്കും ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ ഇതുപോലെ എടുത്തിട്ടുണ്ട്, ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം തോരനുള്ള കാബേജ് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പില, വറ്റൽമുളക് എന്നിവ ഇട്ടതിന് ശേഷം ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കോവയ്ക്ക ഇതിലോട്ട് തട്ടുക. കാരണം കോവയ്ക്കയുടെ ആ വിഴുവിഴുപ്പും എണ്ണമയമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയാണ്. അത് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് ഒരുവിധം അത് സെപ്പറേറ്റ് ആയി തുടങ്ങുമ്പോൾ നമുക്കിതിലോട്ട് കാബേജ് ഇട്ട് കൊടുക്കാം. കാബേജ് മെഴുക്കാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത്. നമ്മൾ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ചേർത്ത് ഉണ്ടാക്കാവുന്നതാണ്. പക്ഷെ ഞാൻ ഇതിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്താണ് മെഴുക്കുണ്ടാക്കുന്നത്. അങ്ങനെ നല്ല രീതിയിൽ ഇത് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കാബേജ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ല രീതിയിൽ യോജിപ്പിച്ചെടുത്തതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കുക. അടച്ച് വെച്ച് നല്ല രീതിയിൽ വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കോവയ്ക്ക കാബേജ് മെഴുക്ക് ഇവിടെ റെഡിയാവും. കണ്ടോ, ഇങ്ങനെ കിട്ടും. ഇത് ഇട്ടില്ല, മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടില്ല എങ്കിൽ നമുക്ക് പച്ചമുളക് മാത്രം എരിവിനിട്ട് ഇത് മെഴുക്കുണ്ടാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്തതായി നമുക്ക് ഇതിൻ്റെ ഉപ്പേരി, ചില നാട്ടിൽ തോരൻ എന്ന് പറയും, ചില നാട്ടിൽ ഉപ്പേരി എന്ന് പറയും. അതുപോലെ തന്നെ ഇതും ആദ്യം കടുക് പൊട്ടിച്ച് ഈ കോവയ്ക്ക ഫസ്റ്റ് ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം മാത്രമേ കാബേജ് ഇടാവൂ. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. ശേഷം നമുക്ക് ഇതിലോട്ട് കാബേജ് ഇടാം. കാബേജ് ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം തോരനുള്ള കൂട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് നല്ല രീതിയിൽ വേവിച്ചെടുക്കുക. ശേഷം മൂടി തുറന്ന് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമ്മുടെ കാബേജ് കോവയ്ക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്കും സബും കമൻറ്റും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.